ഇവിടെ ഇന്ന് ചിക്കൻ പാർട്സ് ആണ് ചോറിന് വേണ്ടിയിട്ട് കറി, ഉച്ചക്കത്തെ ലഞ്ച് കറിയായിട്ട് വെക്കുന്നത്. അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചിക്കൻ പാർട്സിൻ്റെ കറി. എനിക്ക് ഈവൻ ചിക്കൻ മസിൽസിനെക്കാളും ഫേവറേറ്റ് ആണ് പാർട്സ് കറി. അപ്പോൾ നമ്മൾ പക്ഷേ വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് അത് ക്ലീൻ ചെയ്യണം, ഉള്ളിലെ എല്ലാത്തിൻ്റെയും കവറിങ് കോട്ടിങ് പോക്കണം. അതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, സവാള എല്ലാം നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം ജീരകം ആൻഡ് കുരുമുളക് പൊടി, പെരുംജീരകവും പൊടിയും കുരുമുളക് പൊടിയും നമുക്ക് ഇതിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരുത്തുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾക്ക് വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് വറുത്തെടുക്കുന്നുണ്ട്. പൊടിയായിട്ടില്ലായിരുന്നു, അപ്പോൾ പൊടി ഉണ്ടാക്കുന്നുണ്ട് വറുത്തിട്ട്. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച ചട്ടിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും നന്നായിട്ട് വഴച്ചെടുക്കുക, ഒത്തിരി ഉപ്പിട്ടിട്ട്. എന്നിട്ട് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടോ. അതിന് ശേഷം നമ്മളിതാ പാർട്സൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ച, അതായത് പൊടിയാക്കി വെച്ച കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ ഇപ്പം നമ്മൾ ചിക്കൻ പാർട്സും, അതായത് ലിവറും മുട്ടയും സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കറിയിലേക്ക് ആഡ് ചെയ്താൽ മതി, കാരണം ഇതിന് വേവ് കുറവാണ് വേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുക, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് രണ്ടും സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതവിടെ കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ കറി വെന്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ചോറിൻ്റെ കൂടെ കടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ സ്പെഷ്യൽ റെസിപ്പി കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ട്രൈ.